വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയാൻ ചെറിയ താമസം ഉണ്ടാവും. ആ സമയത്തിനിടയിൽ തന്റെ അമ്മയെ കണ്ടുപിടിക്കണം. പോലീസുകാർ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുക. പുതിയ പുതിയ വാർത്തകൾ കിട്ടിയപ്പോ അവരും അത് മറന്നിരിക്കുക. പക്ഷേ തനിക്കത് മറക്കാൻ പറ്റില്ലല്ലോ. അമ്മ എപ്പോഴും എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു വിസ്മയം പോലെ. അതുപോലെ എപ്പോഴെങ്കിലും ഒരിക്കല് അമ്മ എന്റെ മുൻപിൽ വരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത്. വരുമോടും, അല്ലാതെ എവിടെ പോവാൻ? ഈ ഭൂമിയിലെ എല്ലാ നഷ്ടവും രാധികയും വരണോ അനുഭവിക്കട്ടെന്ന് ദൈവം നിശ്ചയിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ പിന്നെ വേറെ ചെറിയൊരു കുഴപ്പമുണ്ട്. ഈ ജപ്തിയും മറ്റും നടന്ന കൂട്ടത്തില് എന്റെ ബാങ്ക് അക്കൗണ്ട് മൊത്തം ബ്ലോക്ക് ചെയ്തിരിക്കുക. താൽക്കാലിക ആവശ്യത്തിന് ഏതെങ്കിലും സുഹൃത്തുക്കളെ ചെന്ന് കാണേണ്ടി വരും. കുറച്ച് പണം വാങ്ങണം. ബാങ്കിലൂടെ നടക്കില്ല. വേണ്ട വരും, ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടണ്ട. പണത്തിനുള്ള മാർഗം അത് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. എവിടുന്ന്? കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയപ്പോ അവിടുത്തെ ഖജനാവ് പൊളിച്ചോ താൻ? പണത്തിനുള്ള മാർഗം നമ്മുടെ മുന്നിലുണ്ടെന്നൊരു പെണ്ണ് പറഞ്ഞ അതിന്റെ അർത്ഥം അവളുടെ ശരീരത്തിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടെന്ന് തന്നെയാ. അതിന് തനിക്ക് പ്രത്യേകിച്ച് അവിടുന്ന സ്വർണം. താനതിനൊന്നും ഇടാറില്ലല്ലോ. വെള്ളമൊന്നും എടുക്കാതല്ലേ പുറത്തിറങ്ങിയത്? ഇത് കണ്ടോ? വേണ്ട, അത് താലിമാലയല്ലേ. ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ഇതിങ്ങനെ ഇടുന്നതിലൊരു കാര്യമില്ല. നോക്ക, നമുക്കിത് കൊണ്ടേ കൊടുക്കാം. എന്നിട്ട് താലി ഞാൻ ഊരി വെക്കാം. എന്നിട്ട് ചരടിൽ കോർത്ത് കഴുത്തിലിടാലോ. എത്ര പെട്ടെന്നാ കൊട്ടാരക്കെട്ടിൽ താമസിച്ചിരുന്നവര് തെരുവുതണ്ടികളായത്. ആദ്യം ഈ പറച്ചിലൊന്ന് നിർത്തോ. വരുൺ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിശ്വാസമുണ്ട്. വിസയ്ക്ക് ശ്രമിക്കണം, അത് കിട്ടും. നമ്മൾ പോകും, എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തിരിച്ചു വരും. അപ്പൊ പിന്നെ അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യം ചെലവഴിക്കുന്നതിൽ എന്താ തെറ്റ്? വാ, നമുക്കിപ്പൊ തന്നെ എവിടെയെങ്കിലും പോയിട്ട് ഇതൊന്ന് വിൽക്കാനുള്ള ഏർപ്പാട് നോക്കാം. എനിക്ക് എന്തേലും വിഷമമുണ്ടെന്ന് കരുതിയിട്ടാണെങ്കിൽ ഇനി എന്നോട് ചോദ്യം ചോദിക്കരുത്.